പ്രോബ്ലം നമുക്ക് we have to find out the Laplace transform of sin 5t cos 3t. Sin 5t cos 3t Laplace transform കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനെ പ്രൊഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നതിന് സമ്മായിട്ട് കൺവെർട്ട് ചെയ്യണം. അതിന് നമ്മൾ ട്രിഗണോമെട്രിക് ആഡിലിറ്റി അപ്ലൈ ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഒരു ട്രിഗണോമെട്രിക് ആഡിലിറ്റി പഠിച്ചിട്ടുണ്ട്. 2 sin a cos b. ഇതെന്താന്ന് പറയാമോ? 2 sin a cos b. 2 sin a cos b. പ്ലസ് 1 ട്രിഗണോമെട്രിയിൽ പഠിച്ചു. sin a plus b by 2. അല്ലല്ല, sin a plus b plus sin a minus b അല്ലേ? 2 sin a cos b. 2 sin a cos b യുടെ ഫോർമുല sin a plus b plus sin a minus b. അതുപോലെ 2 cos a sin b ആണെങ്കിലോ 2 cos a sin b യുടെ ഫോർമുല എന്താണെന്ന് പറയാമോ? 2 cos a sin b sin a plus minus sin a minus b. രണ്ടാമത്തെ ഫോർമുല. ഇത് ട്രിഗണോമെട്രി പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത 2 cos a cos b. അത് പറയാമോ? 2 cos a cos b plus b. cos a plus b plus cos a minus b. b. ഓക്കെ. അടുത്ത 2 sin a sin b. ഇതിന്റെ ഫോർമുല 2 sin a sin b. cos a plus b minus cos a. cos a minus b minus cos a plus b. കേട്ടോ, ആദ്യം മൈനസ് ആണ് വരുന്നത്. 2 sin a sin b യിലെ cos a minus b ഡിഫറൻസ് ആണ് ആദ്യം വരുന്നത്, രണ്ടാമതാണ് പ്ലസ് വരുന്നത്. cos a minus b minus cos a plus b. ഇത് വളരെ പ്രധാനപ്പെട്ട 4 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. ആ ഐഡന്റിറ്റീസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് ആയിട്ട് കിടക്കുന്ന ഈ ഫംഗ്ഷനെ സം ആക്കിയോ ഡിഫറൻസ് ആക്കിയോ മാറ്റണം. Then we can apply the Laplace formula. Laplace formula നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മള് Laplace transform of sin 5t cos 3t ഒരു 2 ഒരു കുറവുണ്ട്. ആ കുറവ് നികത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? 1/2 into 2 sin 5t cos 3t ആക്കുന്നു. കണ്ടോ? ഒരു 2 കൊണ്ട് ഗുണിക്കുകയും ചെയ്തു, 2 കൊണ്ട് ഹരിക്കുകയും ചെയ്തു. Therefore 1/2 into Laplace transform of 2 sin a cos b. ഇതിൽ ഏത് ഫോർമുല എടുക്കണ്ടേ? ഒന്നാമത്തെ 2 sin a cos b എന്നുള്ള ഫോർമുല എടുക്കുക. ആ ഫോർമുല എടുക്കുമ്പോൾ എന്ത് വരും ആന്റണി? 2 sin a cos b എന്നുള്ള ഫോർമുല കൊടുക്കുമ്പോ സർ sin of 8t plus sin 2t. sin 2t. കണ്ടോ? ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ലാപ്ലേസ് കാണാൻ എളുപ്പമാണ്. അപ്പൊ 1/2 into Laplace transform of sin 8t plus Laplace transform of sin 2t. രണ്ടെണ്ണമായിട്ട് തിരിച്ചു. That is 1/2 into Laplace transform of sin 8t എന്താണ്? a by അല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല Laplace transform of sin 8t. നമ്മുടെ ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്, a by s square plus s square. ആ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ 1/2 into 8 divided by s square plus 64 864 പ്ലസ് രണ്ടാമത്തെ കേസിൽ എന്ത് വരും? 2 divided by s square plus 4. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 1/2 into 8 by s square plus 64 plus 2 by s square plus 4. അപ്പൊ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റി 2 sin a cos b ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കിയത് കേട്ടോ. അപ്പൊ ഈ 4 ഐഡന്റിറ്റീസ് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ.